ഹായ് ഗായ്സ്, സോ വി ആർ ഗോയിങ് ടു മേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കപ്പൊരി. സംഭവം നല്ല അടിപൊളിയാണ്, മാത്രമല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ ഒറ്റ ഐറ്റം മതി ഒരു പറ ചോറ്. ഞാൻ വെറുതെ വാചകരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്ലോ കളയുന്നില്ല. ലെറ്റ്സ് ഗോ ടു മേക്ക്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കുക. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. എന്നിട്ട് നമുക്ക് ചട്ടി വെക്കാം. സോ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യൂമിൻ സീഡ് ആഡ് ചെയ്ത് വെക്കാം. ദാറ്റ് മീൻസ് ചെറിയ ജീരകം. എന്നിട്ട് ഇതിലേക്ക് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 6 അല്ലി സ്ലൈസ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളകും പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉള്ളിൽ പുഴു ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നോക്കി കണ്ട് അരിയുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്യാൻ മറക്കല്ലേ. സോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സോ ഇതുപോലത്തെ ഡിഷസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടിപൊളിയാണ്, സത്യം പറഞ്ഞാൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരൊറ്റ സാധനം മതി ഒരു ഫുള്ള് ചോറ് തിന്നാം.